നാഗ്പൂർ പോയിട്ട് താമസിച്ച അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്, ഫസ്റ്റ് സിറ്റി. അപ്പോൾ ഞങ്ങളവിടെ ഓട്ടോയ്ക്കാണ് പോയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത് അഗോഡ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. എയർബിഎൻബി, അഗോഡ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ ഇങ്ങനത്തെ ഫ്ലാറ്റ്സൊക്കെ ബുക്ക് ചെയ്യാൻ. സെൽഫ് ചെക്കിൻ ആയിരുന്നു. അപ്പോൾ ഹോസ്റ്റ് നമുക്ക് പാസ്വേഡും നമ്പർ ലോക്ക് അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്കിൻ ചെയ്തു. പോയ ഉടനെ തന്നെ നല്ല വലിയൊരു ഹാളുണ്ട്. അതിൽ സോഫ, ടേബിള്, അതുപോലെ അവിടെ നിന്നൊരു ബാൽക്കണി വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാൽക്കണി വ്യൂ ആണിത്, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഹാളിൽ നിന്നുള്ള ബാൽക്കണിയാണ്. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട് ഹാളിൽ. അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഗ്യാസ് ഉണ്ട്, പക്ഷേ സിലിണ്ടർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ കുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫിൽറ്റർ ഉണ്ടായിരുന്നു, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ ഉണ്ടായിരുന്നു, മിക്സി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. എല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മെയിൻ കൺസേൺ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത് കേട്ടോ. പിന്നെ ഇതുപോലെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നുകൊണ്ട് 2 ബെഡ്റൂം വേണം. അതുകൊണ്ടാണിത് ബുക്ക് ചെയ്തത്. പിന്നെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല ഒരു പോഷായിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം സ്വിമ്മിംഗ് പൂൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെർ ഡേ അതിന് 2500 ആണ് ആയത് കേട്ടോ. എനിക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 2200 ഒക്കെ ആയുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബാത്റൂമും ഉണ്ട്. 2 ബെഡ്റൂമുണ്ട്. ഒന്നിനകത്ത് കൂളറായിരുന്നു, ഒന്നിൽ AC ഉണ്ടായിരുന്നു. നല്ല ബെഡ്റൂമായിരുന്നു കേട്ടോ. നല്ല നീറ്റാണ്, ക്ലീനാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ ഹോട്ടലിലൊക്കെ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പോലെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് അത്യാവശ്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ റെൻറ്റിൻ്റെ കൂടാതെ നമുക്ക് ഫുഡിന് കൂടെ എക്സ്പെൻസ്, അപ്പം അത് കുറച്ച് ലാഭമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമ്മളുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് കുക്ക് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ലഗേജും കുറയ്ക്കാം. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. നമുക്കൊരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, ഡ്രസ്സും അത്യാവശ്യം സാധനങ്ങളും മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.